ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഓയിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ട് നോക്കാം. ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരണം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മാത്രം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്കിതൊന്ന് ഈ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ വളരെയധികം കുറച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നുള്ളി കായപ്പൊടി ചേർക്കാം. ഇത്രയും മതി. ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 കപ്പിലും താഴെ ഗ്രീൻ പീസാണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ ഇതിനത്ര വേവില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളതെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇതിലിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിലോട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിച്ചിട്ടൊന്നും ഇല്ല, അങ്ങനെ പച്ചക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷ്ണം സവാളയും ഒരു പച്ചമുളക്, ചുവന്ന മുളകാണ്, അതും കൂടി ചേർത്തിട്ട്, പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. കുറച്ചും കൂടി ഒന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോൾ മാത്രമാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. അതുവരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം, വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഒരു 1/4 കപ്പിലും താഴെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് അല്പം കൂട്ടി കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് വെന്തിട്ട് ഉടയുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലവണ്ണം ഇതൊന്ന് വെന്ത് കിട്ടുമ്പോൾ നല്ല ഉടഞ്ഞ ഒരു പരുവത്തിലാവും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലവണ്ണം വറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഏത് പാത്രത്തിലാണ് നിങ്ങൾ റവ എടുക്കുന്നത് അത്ര തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇതൊന്ന് അരച്ച് വരാം. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല കട്ടിയിൽ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. നല്ലവണ്ണം അരച്ച് വന്നാൽ മാത്രം മതി. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിന് താഴെ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇതിലൊന്നും നിർബന്ധമില്ല. ഇനി അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും ചേർക്കുക. ഇത്രയും മതി. എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടി മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതിനാവശ്യമുള്ളത് ഇത് വേവിക്കാനായിട്ട് ഇതേപോലത്തുള്ള ചെറിയ ഇഡ്ഡലി കിണ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതില്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയാലും മതി. ഇത് നല്ലവണ്ണം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററി ഇതിലോട്ട് ഓരോ ചെറിയ സ്പൂൺ വീതം ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഒരേ അളവിൽ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്നൊരു ടാപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ എല്ലാം കൂടിയിട്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് ഓരോ സ്പൂൺ വീതം ഇതിൻ്റെ നടുക്കായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും, അതേപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല ഈസി റെസിപ്പികൾ ഒത്തിരി എൻ്റെ ചാനലിലുണ്ട്, അതൊക്കെ ഒന്ന് കാണാനും മറക്കരുത്. ഞാനിപ്പോൾ ഓരോ സ്പൂൺ വീതം ഇങ്ങനെ നടുക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാവുണ്ടല്ലോ അതിന് ഇത് മുകളിലോട്ടായിട്ട് ഒഴിച്ച് കൊടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് ഫില്ലിങ് ഇഷ്ടമാണ് അത്രയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇത് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും ഓരോ സ്പൂൺ വീതം ഇതിന് മുകളിലോട്ട് ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുമ്പോൾ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാനും നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ അപ്പച്ചെമ്പോ എന്താണുള്ളത് അത് വെച്ചിട്ട് വെള്ളവും വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. 10-15 മിനിറ്റ് വരെ മതിയാവും. സ്റ്റീം ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ, കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നതിന്. അപ്പോൾ ഞാനിപ്പോൾ 15 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ഞാനങ്ങനെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലവണ്ണം ഇതിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു കാര്യം കൂടി ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇപ്പോൾ അതല്ലാതെ ഞാനിപ്പോൾ വേറൊന്നും കൂടി ചെയ്യുന്നുണ്ട്. ഇതിന് പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കണം നിർബന്ധമില്ല. ഇപ്പം ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് ആ സൈഡൊന്ന് മൊരിച്ചിട്ട് കൊടുക്കണം.
ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അധികം പൊരിയേണ്ട, ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കങ്ങനെ ചെയ്യാം. ഇത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആ സൈഡ് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടായിട്ട് അല്പം മല്ലിയില മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. കാണാൻ നല്ലൊരു ഭംഗി, നല്ലൊരു ഫ്ലേവറാണല്ലോ ഇതിൻ്റെ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. നല്ല ചൂടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്യാം. പുറമെ നല്ല ക്രിസ്പിയും, സൗണ്ട് കേട്ടറിയില്ല, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ അത് നേരത്തെ പറഞ്ഞാലും ഒരു ഷെയറും കൂടി ചെയ്ത് തരണേ.